നമ്മളൊരു യാത്രയ്ക്ക് പോവാം. നാട്ടിൽ വന്നിട്ട് നമ്മളൊന്ന് പത്മനാഭസ്വാമി ടെമ്പിളിലൊന്ന് പോകാൻ വേണ്ടി റെഡിയായി. ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ പോവാം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോയിട്ട് വരാം. പോകാൻ ഇറങ്ങാൻ നേരം ശിവാനി ഞങ്ങളോട് പിണങ്ങിയിരിക്കുക. എന്തിനാ പിണങ്ങിയെന്നുള്ളത് ഞാനിപ്പോൾ മറന്നുപോയി. നാട്ടിൽ നിന്ന് തിരിച്ച് ബീഹാറിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മുടെ നാടിൻ്റെ പച്ചപ്പും ഭംഗിയും ഒക്കെ കണ്ടിട്ട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന ഒരു താമരക്കുളമാണ്. ഈ താമരയുടെ സീസണൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ടാണ് താമര പിടിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ കാണുന്ന ഈ സ്ഥലം ഒരുവിധം എല്ലാവർക്കും നല്ല പരിചയമുള്ളതായിരിക്കും. ഇൻസ്റ്റയിലും ഒക്കെ നല്ല രീതിയിൽ വൈറലായിട്ടുള്ളൊരു സ്ഥലമാണ് കൂട്ടുവാതിക്കൽ കടവ് പാലം. ഇതിൻ്റെ ഈ രണ്ട് സൈഡിലും കാണുന്ന ചെറിയ ചെറിയ കടകളിലാണ് വൈകുന്നേരം ഒരു 4-5 മണിയൊക്കെ ആകുമ്പോൾ തൊട്ട് ഒരു 10-11 മണി വരെയൊക്കെ നല്ല സീ ഫുഡും കപ്പയും എല്ലാം കിട്ടുന്ന, പൊറോട്ടയും എല്ലാം കിട്ടുന്ന അടിപൊളി ഫുഡൊക്കെയാണ്. നല്ല രസമാണ്. പിന്നെ ഈ പാലത്തിൽ പല കളറിലെ ലൈറ്റും ഒക്കെ ആയിട്ട് നല്ല വൈകുന്നേരമൊക്കെ വന്ന് നമുക്ക് നിൽക്കാനും ഒക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് അടിപൊളിയായിട്ട് വൈബ് അടിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമാണത്. അങ്ങനെ ഞങ്ങൾ ഓച്ചിറ എത്തി. ഈ കാണുന്നതാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം. ഇതിൽ നമ്മൾ ഭജന ഇരിക്കുന്ന ഓങ്കാരം എന്ന് പറയുന്ന ബിൽഡിങ്ങാണ് ഈ വലിയ ഇത് കാണുന്നത്. ബാക്കിയെല്ലാം ഓച്ചിറ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെ നമുക്ക് വൃശ്ചികം മണ്ഡലകാലത്ത് വരണം. ഭയങ്കര രസമാണ് ഇവിടെ വരുന്നത്. ബ്ലോക്കായിരുന്നു മെയിൻ പ്രശ്നം. എല്ലായിടവും നല്ല രീതിയിൽ ബ്ലോക്കായിരുന്നു. പ്രത്യേകിച്ച് ഓണത്തിന് മുമ്പായിരുന്നു ഞങ്ങൾ പോയത്. അതിൻ്റെയും തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പാരിപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തെത്തിയിട്ട് ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തി. ഉള്ളിവട ആറ്റിങ്ങലെത്തി. ഇതിപ്പോൾ നമ്മൾ കണിയാപുരം എത്തി. പക്ഷേ ഈ ഭയങ്കര ബ്ലോക്കാണ്. അത് എത്രയും ലേറ്റ് ആകുന്നത്. ഇനിയൊരു 16 കിലോമീറ്റർ നമുക്ക് കവർ ചെയ്യാനുണ്ട്. റോഡ് ഭയങ്കര ബ്ലോക്ക്. ലുലു മാള് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ശിവാനിക്ക് അമ്പലത്തിൽ പോകണ്ട, ലുലു മാളിൽ പോയാൽ മതി. പിന്നെ ഞങ്ങൾ നാളെ തിരിച്ചു വരുമ്പോൾ നമുക്ക് ലുലു മാളിൽ കയറാമെന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്ത് അങ്ങനെ ഇവിടുന്ന്, അല്ലെങ്കിൽ വണ്ടി നിർത്തി അങ്ങോട്ടൊന്ന് കയറാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമായിരുന്നു. അങ്ങനെ ഞങ്ങൾ പത്മനാഭൻ്റെ മണ്ണിലെത്തി. ഞങ്ങളൊരു 7:30 ആയപ്പം റൂം എടുത്തു. അപ്പം നമ്മുടെ ഇന്നത്തെ റൂം ഇതാണ്. ഇപ്പം സമയം രാത്രി 10 മണിയായി. ഞങ്ങൾ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു അമ്പലത്തിൻ്റെ അടുത്തൊരു മാർക്കറ്റ് കണ്ടായിരുന്നു, നല്ല തിരക്കുള്ള. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാൻ പോവാം. അവിടെ ഇപ്പം എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയത്തില്ല, പോയി നോക്കട്ടെ. ഈ കാണുന്നതാണ് പഴവങ്ങാടി ഗണപതി ടെമ്പിൾ. നല്ല ഭംഗിയല്ലേ കാണാൻ. 10 മണിക്ക് വന്നാൽ നിങ്ങൾ 3 വരെയല്ലേ ഉള്ളൂ. 8:30 മണിക്ക് വന്നാൽ 500 ടിക്കറ്റ് ഫ്രണ്ടിൽ തരാം. അപ്പോൾ ശരി, കൂപ്പൺ എടുക്കണം. അങ്ങനെ കൂപ്പൺ എടുക്കണം. ഫ്രീ ദർശനമുണ്ട്.
പ്രിയദർശനമാണ്. നെറ്റിൻ്റെ കമ്പീര ഇപ്പുറത്ത് വരും. മറ്റേത് വന്ന് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ടൈമിൽ അവിടെ തിരക്കും കാര്യങ്ങളും ഒന്നുമില്ലായിരുന്നു. ഒരുപാട് കച്ചവടക്കാരൊക്കെ തിരിച്ചു പോയായിരുന്നു. കാര്യം ഒരു 11 മണി എങ്കിലും ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ടൈം. പിന്നെ കുറച്ച് നേരം ഞങ്ങളവിടെ എല്ലാം ചുമ്മാ കറങ്ങിയൊക്കെ നടന്നിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോക്കിയൊക്കെ കുറച്ചൊക്കെ മേടിച്ച് അങ്ങനെയൊക്കെ നടന്നു. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ചോക്കർ എനിക്ക് അപ്പോൾ അത് കണ്ടിട്ട് അത്ര ഭംഗിയായിട്ട് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോയി, കയ്യിൽ നിന്ന് പോയി. അങ്ങനെ കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ റൂമിൽ തിരിച്ചു വന്നു. അതെ, ഞങ്ങളിതിപ്പം ഈ ഒരു ചായക്കടയിൽ വന്നൊരു ചായയൊക്കെ കുടിച്ച് നല്ലൊരു ചായയായിരുന്നു. ഞങ്ങളിപ്പോൾ 4 മണിയായി. ഞങ്ങൾ ഒരുങ്ങി റെഡിയായി. ഇപ്പം അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങാൻ പോവുക. വെളുപ്പിനെ നമ്മളൊരു 4:15 ആയപ്പോഴേ അമ്പലത്തിൽ ചെന്നുകൊണ്ട് നല്ല രീതിയിൽ ദർശനമൊക്കെ കാണാൻ പറ്റി. രാവിലെ ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. പിന്നെ അമ്പലത്തിൽ പോകുന്നവർ പ്രധാനമായും സ്മാർട്ട് വാച്ചസ്, പിന്നെ മൊബൈൽ ഫോൺ, അങ്ങനെ സെൻസർ ചെയ്യുന്ന ഐറ്റംസ് ഒന്നും നമ്മുടെ കയ്യിൽ കരുതാൻ പാടില്ല. കയ്യിലുണ്ടെങ്കിലും നമുക്കവിടെ ക്ലോക്ക് റൂമിൽ കൊടുക്കാം. ദർശനമൊക്കെ കഴിഞ്ഞ് പുറത്തിങ്ങനെ നിൽക്കുക, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട്. ശിവാനി അല്ലേ? നമുക്ക് ക്ഷേത്രത്തിൽ 2 തവണ ദർശനം നടത്താൻ പറ്റി. ഒന്ന് ആ 4:30 കയറാനും പറ്റി. പിന്നെ അതിനുശേഷം നമുക്കൊരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴും ഒരു ദർശന ടൈം ഉണ്ടായിരുന്നു, അപ്പോഴും കയറാൻ പറ്റി. മസാല ദോശ, ഇഡ്ഡലി, സാമ്പാർ, പൂരിയും ബജി. ഒരു 8:30 ആയപ്പോൾ റൂമിലെത്തി. ഇനി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. ടൈം രാവിലെ 10:50 നമ്മൾ ഇത്രയും നേരം കിടന്നുറങ്ങി റെസ്റ്റൊക്കെ എടുത്ത്. പിന്നെ ഇപ്പം ഞങ്ങൾ പോകാൻ പോവാ വീട്ടിലോട്ട്. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ നല്ല മഴയായിട്ട് നിൽക്കുക. ഒരു ചാറ്റ മഴയൊക്കെ ആയിട്ട് ഇരിക്കുക ഇറങ്ങിയപ്പം. ഞങ്ങളങ്ങനെ ലുലു മാളിലോട്ട് പോകാൻ പ്ലാൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ശിവാനിക്ക് വേണ്ടി അടുത്തത് ലുലു മാളിലോട്ടായിരുന്നു ഞങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.